അലൈക്കും. എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോക്ക് എതിരെ പല കമൻറ്റുകളും വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ വളരെ വേദനിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രാഷ്ട്രീയത്തിനെ എതിർക്കണ ഇവിടെ ലീഗ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ സമസ്ത ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാലോ. ആർക്കറിയാം? ഈ പറഞ്ഞ ആൾക്കറിയാം. ഇവിടെ ആദ്യം ഉണ്ടായത് എന്താണ്, പിന്നെ ഉണ്ടായത് എന്താണെന്നുള്ളതല്ല വിഷയം. പണ്ഡിതന്മാരെ ഇവിടെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയക്കാർ വരരുത് എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാരെ നിയന്ത്രിക്കാൻ ഇവിടെ ലീഗ് വരരുത് എന്നല്ല പറഞ്ഞത്. പണ്ഡിതന്മാരെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയമാവട്ടെ, പണ്ഡിതന്മാർ അവരെ ആശയങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളോട് പറയുന്നതാണ്. രാഷ്ട്രീയവും മതവും രണ്ടാണ്. രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം. ആത്മീയമായ ശുദ്ധീകരണത്തിലൂടെ അവന് സ്വർഗം നേടാനുള്ളതാണ് മതം. ഈ വിശ്വാസം ഇത് രണ്ടും തിരിച്ചറിയാതെ ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാലും നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മളിപ്പോഴും പോരായ്മകളും ന്യൂനതകളും പറഞ്ഞിട്ട് മറ്റുള്ളവരെങ്ങനെ തെറിയഭിഷേകവും ചീത്തയും ഈ കേൾക്കാൻ ലജ്ജിക്കുന്ന രൂപത്തിലൊക്കെ വലിയ വലിയ ആലിമ്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ, നമ്മൾക്ക് ഇന്ന് ഈ പറയുന്ന റൂഹ് നാളെ രാവിലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊന്നും പൊരുത്തപ്പെടിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. കാലാകാലം നരകത്തിൽ പോകണോ? അതല്ല, ഇപ്പം നമ്മൾക്ക് ക്ഷമിക്കണോ? നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നീ എന്തിനാണ് നമ്മളിങ്ങനെ ബേജാറാണത്? ഇവിടെ പണ്ഡിതന്മാരെ അവരെ കർത്തവ്യങ്ങളെ ഇവിടെ തടയപ്പെടുന്നൊരു കാലം വരും. ഇവിടെ വഹാബികൾ ഇതിൻ്റെ ഉള്ളിൽ അരച്ച് കയറിയിട്ട് ഈ ഒരു കമൻറ്റിൽ പറഞ്ഞു എന്താരോ, ഇവിടെ സമസ്ത വളരണം, എന്നാലേ നരകത്തേക്ക് അധികം ആളുണ്ടാകുള്ളൂ എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തതാണ്. ഇവരാണ് ഇവിടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത്. നമ്മളെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് അവരെ കാര്യം തന്നെ അവർക്ക് എന്താണെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരത് നോക്കാൻ എല്ലാവരും വളരെ ഉഷാറാണ്. കാരണം അവരെ ഈമാൻ, അവരെ തൗഹീദ് ശരിയായോ? ശിർക്കും തൗഹീദും അവർക്ക് ഇതുവരെ തിരിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ശിർക്കും തൗഹീദും ഓരോരുത്തർ വിശ്വാസത്തിലുള്ളതാണ്. അപ്പം മറ്റൊരാളുടെ വിശ്വാസത്തിലുള്ളത് എടുത്തുകാണ്ട് എന്താണ് ഇവൻ്റെ മേൽ വെച്ച് കെട്ട് ചെയ്യണത്? ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബിലീസ് എന്ന് രാവിലെ നേരം വെളുത്താലേ തന്തബിലീസ് മക്കളെ വിളിച്ചെടുത്തിട്ട് ഓരോ കാര്യം പേപ്പിക്കാൻ വേണ്ടി വിടും. അത്രേ വരുന്ന സമയത്ത് ചോദിക്കും, നീ എന്താ ചെയ്തത്, മറ്റെന്താ ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ഇന്നയാളെ ഈ കള്ളു കുടിക്കാൻ പ്രേരിപ്പിച്ചു, മറ്റേ തെറ്റിൽ പ്രേരിപ്പിച്ചു, കളവിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ എന്താണ് അതിനെക്കാട്ടിലും നല്ല ഗുണം ചെയ്തോലെ ആരാളെന്ന് ചോദിക്കുമ്പോൾ രണ്ടാളുടെയിൽ തെറ്റിച്ചു, ഒരു കുടുംബത്തെ തെറ്റിച്ചു ഞാനെന്ന് പറയുമ്പം അവനെ തന്തബിലീസ് എന്താക്കും? ഏറ്റവും അടുത്ത ആളാക്കും. എന്നതുപോലെ ആ തന്തബിലീസിൻ്റെ ആളായി നമ്മൾ മാറാതിരിക്കാൻ നമ്മൾക്കുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പണ്ഡിതന്മാരെ തെറി പറയാതെ, എന്നതുപോലെ തന്നെ എന്താണ് നമ്മളെ കാര്യം നോക്കണമെങ്കിൽ നമുക്ക് ഞാനിവിടെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ ഇവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ഒരു കാലത്ത് എത്ര ഈ സംഘടനകളായി തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ തെറികൾ പറഞ്ഞു, എത്ര ആളെ മരിച്ചു, ഇവിടെ കൊന്നു. ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടില്ല എന്നാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വിചാരിക്കണത്. നമ്മളെ നഫ്സി എന്ന് പറയുന്നൊരു സാഹചര്യം വരില്ലേ മാഷറിയിൽ? ഇന്ന് ജീവനോട് പിരിഞ്ഞാൽ നാളെ നമ്മളെ കൊണ്ടുവയ്ക്കണ ഖബറിലല്ലേ? ആ ഖബറിൽ നമുക്ക് ആരാളുള്ളത്? നമ്മുടെ ഇബാദത്തുള്ളത്. ഈ ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും, അവരെ പറ്റി ഈബത്തും നിമിയത്തും എന്ന് പറഞ്ഞാൽ. പക്ഷേ പണ്ഡിതന്മാരെയാണ് നമ്മളിങ്ങനെ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളെ ഈമാൻ തന്നെ നശിച്ചു പോകും. ഈമാൻ നശിച്ചാൽ കാലാകാലം നരകത്തിലായിരിക്കും. ഇതൊക്കെ എന്താണ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൗരവം പറഞ്ഞ ആറ്റാൻ വേണ്ടിയിട്ട് സുജറിന് വേണ്ടി പറയല്ല. ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞതാ. ഖുർആനിലൂടെ അല്ലാഹു ചോദിച്ചില്ലേ, നിൻ്റെ സഹോദരൻ്റെ മാംസം അയ്യുഹിബ്ബു അഹദുക്കും എന്ന് ചോദിച്ചു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നോ നിൻ്റെ സഹോദരൻ്റെ മാംസം പച്ചയായിട്ട് തിന്നുന്നതിനെ? ചത്ത് കിടക്കുന്ന മാംസം എടുത്ത് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? അതുപോലെയാണ് ഈബത്തിനെ നിങ്ങൾ വെറുക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നവർ. ഇത് പഠിച്ച ആളുകൾ ഇവർ എന്താണെന്നറിയോ, നമ്മൾ ഇതൊക്കെ എന്താണ്, ഇത്
ഏട്ടിലല്ല, നമ്മളിത് നമ്മളെ ഈ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞത് പാടില്ലാത്തത് കൊണ്ടാണ്. പാടില്ല എന്നാൽ അതുപോലെ തന്നെ നിൽക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ എന്തൊക്കെയാകുക. എനിക്കെന്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മറ്റേ സംഘടനയെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല, റാഹത്ത് ഉണ്ടാണ്ട്. ഇതുകൊണ്ടല്ല, അലാ ബിദിക്രില്ലാഹിൽ തത്മഇന്നുൽ ഖുലൂബ് എന്ന ദിക്ർ കൊണ്ടാണ്, സലാത്ത് കൊണ്ടൊക്കെയാണ് ഹൃദയത്തിന് ഈ കൽബിന് എന്താ റാഹത്ത് ഉണ്ടാകുക. അല്ലാതെ ഇതുകൊണ്ടല്ല. മറ്റയാളെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിന് പകരം മറ്റെന്താ പറയുക. ഈ ചിന്താഗതിയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. നമ്മളെ ഈമാനി നമ്മൾ സൂക്ഷിക്കണം, ഓരോരുത്തർ ഈമാൻ സൂക്ഷിക്കണം. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴത്തെ പണ്ഡിതന്മാരെ ഒക്കെ അവസ്ഥ പറയുന്നത് നിങ്ങൾ നോക്കിയാണ്. അവർ ഓരോരുത്തരോട് ഫത്വ ഇറക്കണമല്ലോ, കാദ്യം വിവരം തന്നെ വേണ്ടെന്നൊക്കെ. ഇതൊക്കെ അവർക്ക് കുറച്ച് ഭൗതികമായിട്ട് അറിവുണ്ടാവും, മറ്റുള്ള അറിവ് നാഫി ഇൽമുണ്ടായിട്ട് കാര്യമല്ല. ഇൽമ് നാഫിയാണ്. നാഫി അല്ലാത്ത ഇൽമിനെ തൊട്ട് കാവലിനെ തേടാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്. എന്നപോലെ കുരുത്തക്കേടിനെ പറ്റിയൊക്കെ. അപ്പോൾ കുരുത്തക്കേടില്ലാതെ നമ്മൾ നല്ലൊരു രൂപത്തിൽ എല്ലാവരെയും ഒന്നായി കണ്ട് ഈ എന്തിൻ്റെയൊക്കെ പേരിൽ ദുന്യാവ് സമ്പാദിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇത്തരം തെറ്റുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. നമ്മളിവിടെ എത്ര സുന്നത്ത് ജമാഅത്തിൻ്റെ ഗ്രൂപ്പുകൾ 2-3 ഗ്രൂപ്പ് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയത്തിലൊക്കെ ഒന്നാണ്. മറ്റുള്ള മുബ്തദീങ്ങൾ അങ്ങനെയല്ല. അവരിവിടെ നമ്മൾ മുശ്രിക്കാന്ന് പറയുന്നത്, ജാതിയിൽ നിന്ന് പുറത്താണെന്ന്. തങ്ങന്മാരൊക്കെ വലിയ മുശ്രിക്കാന്ന് പറയുന്നത്, ഓർക്കും അലസൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ, അവർ എഴുതി കൊടുക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവരെ ഈ മുശ്രിക്കിനെ മുമ്പിലാക്കി മുമ്പ് പറഞ്ഞ പോലെ മയ്യത്ത് അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ വിചാരിക്കും ഈ പച്ച കാഫിറിനാണല്ലോ ഇവിടെ എന്താക്കിയത്, ഇമാമാക്കിയതെന്ന്. എത്രത്തോളം ഇവിടെ ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിക്കാണ്ട് ഗൾഫിൽ കൊണ്ടുപോയിക്കാണ്ട് സൗദിയിൽ കൊണ്ടുപോയിക്കാണ്ട് പ്രചരിപ്പിച്ചില്ല. ഇതാ കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിൻ്റെ കേന്ദ്രം ഇതാണെന്ന് പറഞ്ഞിട്ട്. പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താണ് ഉള്ളിൽ നിന്ന് വഞ്ചതൽ കയറിയതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉള്ളിൽ വഞ്ചതൽ കയറിയിട്ട് ഇവൻ്റെ ഈമാന് പറിച്ചെടുത്തിട്ട് എന്തെയാണ് ഇവിടുന്ന് ഒഴിവാക്കാൻ ഇബ്ലീസിനെ കൂട്ടുന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് രാഷ്ട്രീയം, ലീഗ്, നമ്മളൊക്കെ മുസ്ലിം ലീഗുകാരാണ് എന്നുള്ളത് പറയുമ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ സമസ്തൻ്റെ ആളും ആണെങ്കിലും കൂടിയിട്ടേ മറ്റുള്ളവർ പറയണം സഖാവാണ് എന്നപോലെ പത്രക്കാർ പറയണം സഖാവ് ജിഫ്രി തങ്ങൾ അല്ലെങ്കിൽ സഖാവ് ഉമർ ഫൈസി എന്നൊക്കെ. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ നാവിനൊക്കെ സീല് വെക്കുന്നൊരു ദിവസം വരുന്നുണ്ട്, കൈ സംസാരിക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. ഈ ബോധമുള്ളവർ എന്താണ് ഇതൊക്കെ ഒഴിവാക്കി അവനാൻ്റെ കാര്യം തന്നെ എത്ര പറയാണ്ട് മറ്റുള്ള വലിയ പണ്ഡിതന്മാരെ പറ്റി പറയാൻ നമുക്കിവിടെ അർഹത. അവരെ ചെരുപ്പിൻ്റെ ബാറെടുത്ത് നടക്കാൻ നമ്മൾക്ക് അർഹത ഉണ്ടോ? ചെരുപ്പിൻ്റെ ബാറാൻ അർഹത ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വബോധം വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹം എന്ന് പറയലുണ്ടല്ലോ എന്നതുപോലെ വിവേകം വൈകിയെങ്കിലും നമുക്ക് ഉദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത രൂപത്തിൽ അവസാനം കാമിലായ ഈമാനോട് കൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ പുഞ്ചരിച്ച് മരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും.